മൂന്നാം തവണയും ഭരണം ലക്ഷ്യമിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ CPM-നെ ആര് നയിക്കുമെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. താൻ മത്സരിക്കുന്നതിൽ പാർട്ടി തീരുമാനമെടുക്കും. അതിൽ പാർട്ടി വ്യക്തത വരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് പലരും ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഇതേവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കും. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിന്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല. ഞങ്ങളൊരു പൊതുരീതി ഞാൻ പറഞ്ഞു. പൊതുവെ ഞങ്ങൾ അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക. അതാണ് അതിന്റെ പൊതുരീതി. വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ ഒന്നാംഘട്ട വീടുകൾ ഫെബ്രുവരിയിൽ കൈമാറും. സമഗ്ര പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ പ്രത്യേക അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ 35 ക്ലസ്റ്ററുകളിലായാണ് ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 207 വീടുകളുടെ വാർപ്പ് പൂർത്തിയായി. ബാക്കി വീടുകളുടെ തറകെട്ടുന്ന പണി, കോൺക്രീറ്റ് ഭിത്തി, തേപ്പ്, ടൈൽവാകൽ, പെയിന്റിംഗ് എന്നിവ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. മുഴുവൻ നിർമ്മാണങ്ങൾക്കും 5 വർഷത്തേക്ക് കേടുപാടുകളിൽ നിന്നും കരാറുകാർ സംരക്ഷണം നൽകും. 300ഓളം വീടുകളും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തീകരിച്ച് ഒന്നാം ഘട്ടമായി ഫെബ്രുവരിയിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.